അമ്മ, ആ നീ റെഡിയായോ? ഇന്നെന്താ നേരത്തെ? കുക്കിമോള് ഇന്ന് നേരത്തെ പോയല്ലോ. ജുവലിന് ഇന്ന് 8:30 ക്ലാസ് ഉണ്ട്. എക്സ്ട്രാ ക്ലാസ് ആണെന്ന് തോന്നുന്നു. അതാകും നേരത്തെ പോയത്. രവി, അമ്മയെ നോക്കിക്കേ. ഉം. നിങ്ങൾ രണ്ടാളും വഴക്കിട്ടോ? ഇല്ല അമ്മ, അങ്ങനെയൊന്നുമില്ല. ഉറപ്പാണോ? ആണെന്നേ. ശരി. എന്തായാലും നീ നേരത്തെ പോവല്ലേ. മോൾക്കുള്ള ഭക്ഷണം കൂടെ ഞാൻ തന്നുവിടാം. അങ്ങനെ പുറത്തുനിന്ന് കഴിക്കണ്ട. എടുക്ക്, ഞാൻ കൊടുക്കാം. ജുവൽ എന്താ കോൾ എടുക്കാത്തെ? ഇനി കോളേജ് എത്തിക്കാണില്ലേ? നീ ഇവിടെ ഇരിക്കേ, ഞാൻ ലൈബ്രറി വരെ പോയിട്ട് വരാം. എനിക്ക് ഡൂ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതോ നീ വരുന്നോ? ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇരിക്കാം. ആർ യു ഷുവർ? യെസ് ഡാ. ഓക്കേടാ. ഹലോ. എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? തന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പോയി? അല്ല, ഒരാള് കൂടെ ഉണ്ട്. പുള്ളിക്കാരി ലൈബ്രറിയിൽ പോയിരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ? അതിനെന്താ? ഓക്കെ. അല്ല, ചേട്ടൻ എങ്ങനെ എന്റെ പേരറിയാം? ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെ അല്ലേ? എന്തേ സീനിയേഴ്സിനും ജൂനിയേഴ്സിന്റെ പേരറിയാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞതാണോ? തന്റെ പേര് മാത്രമല്ല, തന്നെ പറ്റി എനിക്ക് എല്ലാം അറിയാം. തന്നെ എനിക്ക് +1 പഠിക്കുന്ന ടൈം മുതലേ അറിയാം. അന്നത്തെ സ്റ്റേറ്റ് കലോത്സവത്തിന് തനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ്. അന്ന് എനിക്ക് ഫ്ലൂട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. തന്റെ ബ്രദറിന്റെ നെയിം ജിമിൻ. ഹീസ് എ ഗുഡ് ഡാൻസർ. പുള്ളിക്കാരി ഇവിടെ M.Tech പഠിക്കുമ്പോ ഞങ്ങളിവിടെ B.Tech സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം അറിയാം, തന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം. ജുവൽ, ടു ബി ഫ്രാങ്ക്, എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട്. ഒരു പ്രൊപ്പോസലായിട്ട് ജിമിനേട്ടനെ കണ്ടതാ. അപ്പോഴാ അറിഞ്ഞത് തന്റെ കല്യാണം കഴിഞ്ഞെന്നും അത് ടെവിൻസാറായിട്ടായിരുന്നു. പിന്നീട് ഒരു ശല്യം ആകണ്ടെന്ന് കരുതിയതാ. പക്ഷേ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ തന്നോട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ താനാണ് വൈഫ് എന്നുള്ള കാര്യം സാറ് റിവീൽ ചെയ്യാത്തെ. തനിക്കിനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാണാം. ഓക്കെ? ഓക്കെ. ഇവനെന്തിനാ ഇവനായിട്ട് മിണ്ടുന്നത്? ഓ, ഇതാണോ അവളുടെ എക്സ്ട്രാ ക്ലാസ്? ഇന്നവളെ ജുവൽ. അയ്യോ, സാർ. നീ വന്നേ. സാറിന്റെ കൈ. താനാരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? തന്റെ ആരെങ്കിലും ആണോ ഇവള്? മാറണോ? ജുവൽ, നീങ്ങ. ഇതാണോ നിന്റെ എക്സ്ട്രാ ക്ലാസ്? ഇവനോട് മിണ്ടാനാണോ രാവിലെ ഇങ്ങ് വന്നേ? എന്താ, ഞാനറിയാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ നീയോ അവൻ? സാർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണോ കരുതി? സാർ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് എങ്ങനെയാ ഇത്ര ചീപ്പാകാൻ പറ്റുന്നേന്ന്. ഞാനെനിക്ക് അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, സാറിന് എങ്ങനെയാ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റുന്നേ? സാർ ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞല്ലോ, അതൊക്കെ ജിമ്മിച്ചായി കേട്ടിരുന്നെങ്കിൽ സാറിനോട് പൊറുക്കുമായിരുന്നു. എന്നെ ഒരിക്കലും കരുതില്ല സാർ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞെന്ന്. വെറും ഒരു വാശിപ്പുറത്ത് സാറിനെ വിവാഹം ചെയ്യാൻ മാത്രം പൊട്ടിയാണോ ഞാൻ? ഇന്നലെ സാറിന് ഒരുപാട് പറഞ്ഞല്ലോ, ആ നിമിഷം ഞാൻ തീരുമാനം എടുത്തതാ സാറിനോട് ശല്യാവത്തില്ലെന്ന്. ശരിയാ, ഞാൻ ഓവർ സ്മാർട്ട് കാണിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ആരുടെ മുന്നിലാ?
സാറിന്റെ മാത്രം മുന്നില്. അതെന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ പറ്റി അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാർ എന്നെ പറ്റി അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പൊ എന്നോട് പറയാൻ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും കാട്ടിക്കൂട്ടിയതൊക്കെ സാറിന്റെ അറ്റൻഷന് വേണ്ടിട്ടായിരുന്നു. അതൊക്കെ എന്തിനാന്ന് ഒരു വട്ടം സാറിന് ചിന്തിച്ചൂടെ? സാർ എപ്പോഴും പഴയത് ഓർത്ത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കിനി പറ്റില്ല. ഞാൻ മടുത്തു. ഇനി എനിക്ക് വയ്യ. ഒരു ശല്യത്തിന് ഞാനില്ല. ഇനി ഒരിക്കലും ശല്യം ആകണ്ടെന്ന് വെച്ചാ സാർ എണീക്കുന്നതിന് മുന്നേ കോളേജിൽ വരാന്ന് വെച്ച്. അതാ രാവിലെ ക്ലാസ് ഉള്ളത് കള്ളം പറഞ്ഞ ഇങ്ങ് വന്നേ. ജുവൽ, ഐ ആം സോറി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ സാറിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ സോറി പറയാം. പ്ലീസ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. പ്ലീസ് കുക്കി, വെയിറ്റ്. എനിക്ക് നിന്നോട് സംസാരിക്കണം. കുക്കി, പ്ലീസ്. എടാ, നീ എന്താ കരയുന്നിങ്ങനെ? കുക്കി, എടി വെയിറ്റ്, നിക്ക്. സാർ എന്തെങ്കിലും അവളോട് പറഞ്ഞോ? അത് ഞാൻ അവൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളെ സ്നേഹിച്ചതാണോ അവൾ ചെയ്ത തെറ്റ്? താൻ എന്താ ഇപ്പൊ പറഞ്ഞു? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സാറിനോട് മിണ്ടാൻ താല്പര്യമില്ല. കുക്കി, കുക്കി, സോറി ഡി. എനിക്കറിയില്ലായിരുന്നു അത് സാറാണ് കോൾ എടുത്തേന്ന്. എടാ, നീ ഇത് എത്രാമത്തെ വട്ടമാ എന്നോട് സോറി പറയുന്നേ? കുഴപ്പമില്ലെന്നേ. നീ ഹാപ്പി ആയിരിക്കെ. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. മോളെ, നീ അത് വിട്. അങ്ങനെ എന്തിന്റെ കേടാ ആമി? നീ നിന്റെ ഇച്ചായനോട് ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. ജിമിച്ചായ അറിയട്ടെ. അയ്യോ വേണ്ട ആമി, നീ ഇച്ചായനോടൊന്നും പറയണ്ട. കുക്കി, നീ പിന്നെ എത്രയെന്ന് വെച്ചാ ഇങ്ങനെ സഹിക്കുന്നേ? ഓ, ദേ അങ്ങനെ വരുന്നു. അയ്യോ, ടെൻസാന്റെ ക്ലാസ് ആയിരുന്നു. എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ വയ്യ. എടാ, ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. ഞാൻ ലൈബ്രറി പോയിരിക്കാൻ പോകുന്നു. നീ എങ്ങും പോകുന്നില്ല. നീ ക്ലാസ്സിൽ ഇരിക്ക്. അയാൾ നിന്നെ പിടിച്ച് വിഴുങ്ങത്തില്ല. എന്നാലും ഇനി അങ്ങോട്ട് എക്സാം ആണ്. ഈ 1 വീക്ക് എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്താ സാർ? അത് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ തന്നതാ. ഓ, താങ്ക് യു. പിന്നെ അത് എനിക്ക് അഭിചേട്ടാ, വെയിറ്റ്, ഞാനും ഉണ്ട്. കുക്കി, എനിക്കൊരു കാര്യം. സർ, എങ്കിൽ ഞാൻ അങ്ങോട്ട് പോടാ. ടെവിൻ സാർ, ദേ ബാക്കിൽ കടുവ. ഇവൻ ഈ ചെറുക്കൻ എന്റെ കൈക്ക് പണിയുണ്ടാക്കും. ടെവിൻ. ആ, നീയോ? നീ എന്താ ഇവിടെ? ഇച്ചായ, ഞാനും വീട്ടിലോട്ട് വന്നോട്ടെ? അതിന് നിന്റെ വീടല്ലല്ലോ അത്. നിന്നെ കെട്ടിച്ചു വിട്ട വീടാണ് നിന്റെ വീട്. അയ്യേ, എന്തു പറ്റി മോളെ? ചേടാ, നിന്റെ ജിമ്മിച്ചായി ചുമ്മാ പറഞ്ഞതല്ലേടി. ആമി,
എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയോ? അത് ഒന്നുമില്ല ഇച്ചായ. എനിക്ക് പെട്ടെന്ന് എല്ലാരും ഒരുപാട് മിസ് ചെയ്ത് അതാ. ടെവിൻ എവിടെ? ഇച്ചായ, ടെവിൻ സാറിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഓ ശരിയാ, അവൻ എന്നോട് പറഞ്ഞിരുന്നു. കുഴപ്പമില്ല മോളെ, ഞാൻ ഹോബിയായിട്ട് വിളിച്ച് പറഞ്ഞോളാം. നീ കേറ് വണ്ടിയിൽ. അമ്മ, ജോലി ഇതുവരെ വന്നില്ലേ? മോള് ജിമിന്റെ കൂടെ പോയടാ. നിന്നോട് പറയാൻ വേണ്ടിട്ട് അവള് വിളിച്ചായിരുന്നു, പക്ഷെ നീ കോൾ അറ്റൻഡ് ചെയ്തില്ലാന്ന്. അവളെന്താ കോൾ എടുക്കാത്തെ? ഒരു സോറി പോലും എനിക്ക് അവളോട് പറയാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ആകെ വട്ടാകുന്നു. ബുക്സ് കൊണ്ടു കൊടുക്കുന്ന പേരിലെങ്കിലും അവളോട് മിണ്ടാൻ പറ്റിയ ശരിയാ. ബുക്സ് ഇതെന്താ? ഡയറി ആണല്ലോ. മൈൻ കുക്കിയുടെ ആയിരിക്കും. നോക്കുന്നത് മോശമല്ലേ? എന്നാലും മൈൻ എന്നൊക്കെ വേണ്ട, നോക്കണ്ട. അവിടെ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. നോക്കാം. ഈ ഡയറിയിലുള്ളതൊക്കെ സത്യമാണെങ്കിൽ കുക്കി എന്നെ ഇനി ഇതാണോ ജിമിൻ എന്നോട് ഒരുപാട് വട്ടം പറയാൻ ശ്രമിച്ചത്? ഇതാരാ ഈ നേരത്ത്? ആരാ മമ്മി? ഹായ് മമ്മി. ടെവിൻ പോനോ? ഇവനോ? എന്താ ഈ നേരത്ത്? ഹോബി നീ ഉണ്ടോ? ഹോബി എന്റെ ഉണ്ടല്ലോ. ഒന്നും പറയണ്ട എന്റെ ജീനി. ദൈവം ഒട്ടും സമാധാനം തരൂല. അവൻ ഇപ്പം കുക്കി മോളെ കാണണം, അതാ ഇന്ന് വന്നേ. കുക്കി എവിടെ? അവള് റൂമിലുണ്ട്. ഓ ശരി. പിള്ളേരുടെ കുറെ കാര്യങ്ങളെ. വാ പറയട്ടെ. എടാ ടെവി, നീ ഒന്ന് നിന്നേ. കുക്കി എന്തെങ്കിലും പണി പറ്റിച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഹോബി ആന്റി പറഞ്ഞു നിനക്ക് കുക്കിയെ കാണാതിരിക്കാനേ വയ്യാന്ന്. അല്ല, നിനക്കെന്താ കുക്കിയെ കാണാൻ ഇത്രയും ധൃതി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നെങ്കിൽ അവൾ എന്തോ പണി ഒപ്പിച്ചിട്ടായിരിക്കും ഇങ്ങ് വന്നത്. അല്ലാതെ പിന്നെ നീ എന്തിനാ അവളെ കാണാൻ ഇത്രയും തിടുക്കം കാണിക്കുന്നേ? എന്റെ അളിയ, പിന്നെ എനിക്ക് എന്റെ ഭാര്യ കാണണ്ടേ? എന്തേ? നീ മാറിക്കേ, ഞാൻ പോട്ടെ. ആമി, നീ വന്നേ. നീ എന്നൊന്ന് നുള്ളി. എന്തുകൊണ്ടേ? അതിന് ഇങ്ങനെ നുള്ളണോ? ഇത് സ്വപ്നമല്ല, റിയൽ ആണ്. ഷേടാ, എന്നാലും ഇതെങ്ങനെ പറ്റി? എന്തെങ്കിലും ആവട്ടെ. നീ വാ ആമി, നമുക്ക് കിടക്കാം. ഓ അതിനല്ല, കിടക്കാം. ഒക്കെ ഒരേ ഒരു വിചാരേ ഉള്ളൂ. കുക്കി, ഐ എം സോറി. നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരിക്കൽ പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ജിമിനും എന്നോട് പറഞ്ഞില്ല. ഞാനോ നിന്നെ മനസ്സിലാക്കിയതുമില്ല. എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനൊക്കെ സോറി.
ജിമ്മി പറഞ്ഞ പോലെ അവന്റെ ജീവിതത്തിൽ രാമി വന്ന കൂട്ട് എന്റെ ജീവിതത്തിൽ എന്നെ മാത്രം സ്നേഹിക്കും. സാറെന്താ ഇവിടെ? അത് ബുക്സ് പഠിക്കാൻ ബുക്സ് കൊണ്ടുവന്നതാ. ഈ നേരത്തോ? അത് അത് കാണാതിരിക്കാൻ പറ്റിയില്ല. ആരെ? തന്നെ. എന്നെയോ? ആർക്ക്? അത് അത് മോളെ കുട്ടി, അമ്മയും വന്നോ? എന്താ അമ്മ ഈ നേരത്ത്? ഒന്നും പറയണ്ട മോളെ. ഈ ഇവൻ അമ്മ 1 മണിയായി കഴിഞ്ഞില്ലേ? കുക്കിക്ക് നാളെ ക്ലാസ് ഉണ്ട്. കിടക്കട്ടെ, എക്സാം ഒക്കെ അടുക്കാറായില്ലേ? വെറുതെ ടയേർഡായി. ശരിയാ, നേരെ ഒരുപാട് വൈകി. നിങ്ങളെങ്കിൽ പിന്നെ കിടന്നു. ആ ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി മോനെ, ശരി പിന്നെ. ശരി അമ്മ. താഴെ പോകുന്നു. ഞാൻ താഴെ ഗസ്റ്റ് റൂമിലോട്ട് പോകുന്നു കിടക്കാൻ. അവിടത്തെ പോലെ എന്റെ റൂമിൽ സോഫയൊന്നുമില്ല. സാധാരണ സാറ് സോഫയിലല്ലേ കിടക്കുന്നേ. അത് സാരമില്ല, താൻ കട്ടിലിൽ കിടന്നു. ഞാൻ ബെഡിൽ കിടന്ന് സാറ് എവിടെ കിടക്കും? അല്ല, നമുക്ക് ഒരുമിച്ച് കട്ടിലിൽ കിടക്കാം. എന്താ? അല്ല, താനും കട്ടിലിൽ കിടന്നു, ഞാനും കട്ടിലിൽ കിടക്കാം. അതിന് അത്രയ്ക്ക് വീതിയൊന്നുമില്ല. അല്ല, നമുക്ക് രണ്ടാൾക്കും കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട്. വാ, ഞാൻ എന്തായാലും കിടക്കാൻ പോകും. കിടക്കട്ടെ. എനിക്ക് വിശാലായിട്ട് കിടക്കണം. ഓഹോ, അത്രയ്ക്ക് ഇതാണെങ്കിൽ താൻ താഴെ കിടക്കാം, ഞാൻ മുകളിൽ കിടക്കാം. എന്തേ? അല്ല, താൻ കട്ടിലിന്റെ താഴെ കിടക്ക്, ഞാൻ കട്ടിലിൽ കിടക്കാം. അതാകുമ്പോ തനിക്ക് വിശാലമായിട്ട് കിടക്കാലോ. അയ്യടാ, എനിക്ക് താഴെയൊന്നും കിടക്കാൻ വയ്യ. എങ്കിൽ വാ, വന്ന് കിടക്ക്. എനിക്ക് കുറച്ചുകൂടി നീങ്ങി കിടക്ക്. അതെ. എന്താ? അല്ല, ഷീറ്റ് എടുക്ക. ഷീറ്റ് എടുത്തോ? മനുഷ്യനെ പേടിപ്പിക്കാൻ കർത്താവേ, കൺട്രോള് തരണേ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ആള് കുറച്ച് വാലാണെങ്കിലും കാണാൻ ക്യൂട്ടാണ്. ചേടാ, ഇവൾക്ക് എങ്ങനെയാ പെട്ടെന്ന് സൗന്ദര്യം കൂടി? അയ്യോ, അമ്മേനാരോ വെട്ടി. കയ്യായിരുന്നു. ചേടാ, ഇവളത് പറഞ്ഞത് കാര്യമായിട്ടായിരുന്നു. ഈ കൈ, അടുത്ത കാല്. എന്റെ അമ്മോ, ഇവൾക്ക് എവിടുന്ന് ഇത്രയും ആരോഗ്യം? കുക്കി. അയ്യോ, ഇവളി കയ്യും കാലം എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? അന്നേ ഞാൻ പറഞ്ഞതല്ല എന്നോട്, നിന്റെ പെങ്ങളൊക്കെ ഉപ്പും കളരിക്കൊന്നും കൊണ്ടുവിടരുത് എന്ന്. ശരാ, എടച്ചിമ്മിന്നെ എണീക്കടാ. നീ എന്താ രാവിലെ? എടാ അളിയാ, പറയടാ കുട്ടി. ഞാൻ ഇന്നലെയാണടാ ശരിക്കും കുട്ടിയുടെ സൗന്ദര്യം എന്താന്ന് അറിഞ്ഞത്. അവൾ ഉറങ്ങുന്നത് കാണാൻ എന്ത് ക്യൂട്ടാടാ. അവൾ എന്റെ പെങ്ങളാടാ. സോറി അളിയ. അതും ആസ്വദിച്ചിരുന്ന് ഞാൻ എപ്പോഴും ഉറങ്ങി. അപ്പോഴാണ് അവളുടെ കുമ്പും കരോട്ടയ്ക്ക് എന്റെ നെഞ്ചത്തിട്ട്. പിന്നെ എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് എന്നെ ഒരു ഐഡിയ ഇല്ല. കുക്കി, can I kiss you?